യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 17-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ഗെത്സമനിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ചിതറിപ്പോകുന്നുണ്ട്. എന്നാൽ ആ സംഭവം നടക്കുമ്പോൾ യേശുവിന് വേണ്ടി വാളെടുത്ത പത്രോസും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ്, യേശുവിൻ്റെ അരമ ശിഷ്യനായ യേശുവിനെ കൂടുതൽ സ്നേഹിച്ചിരുന്ന യോഹന്നാന്, യേശുവിൻ്റെ കൂടെ നടന്ന ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശുവിനെ പടയാളികൾ പിടിച്ച് അവനെ ബന്ധിച്ചപ്പോൾ അവനെ കൊലക്കളത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി പോയ അവനെ വിട്ട് അവൻ്റെ സ്നേഹിതരായിട്ടുള്ള എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോകുന്നുണ്ട്. എങ്കിലും അവരിൽ ചിലർ യേശുവിനെ പിന്തുടരുമ്പോൾ പോലും അപകടത്തിൽ ഞങ്ങളും പെട്ടുപോയാലോ എന്ന് കരുതി വീണ്ടും വീണ്ടും യേശുവിനെ തള്ളിപ്പറയുന്ന ശിഷ്യനെയും കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. നമുക്കൊരു അപകടഘട്ടം വരുമ്പോൾ, നമുക്കൊരു ദുരിത അവസ്ഥ വരുമ്പോൾ പലപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന പലരും നമ്മെ വിട്ട് പോകാറുണ്ട്. ശരിക്കും അത് വേദനയുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ആ തിരക്കുകൾക്കിടയിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ തിരക്കി വരുന്ന ചിലരുണ്ട്. യേശുവിനെ അതേപോലെ തിരക്കി വരുന്ന ഒരു സ്ത്രീയുണ്ട്, വെറോണിക്ക. അവിടെ പടയാളികളുടെ നടുവിൽ, ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ആ പീഡനങ്ങളൊക്കെ യേശു ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും വകവയ്ക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു ആശ്വാസമായിട്ട് വെറോണിക്ക കടന്നു വരുന്നുണ്ട്, ഒരു തൂവാലയുമായിട്ട്. അതിന് യേശു അവൾക്ക് കൊടുക്കുന്ന പ്രത്യുത്തരം, സമ്മാനമെന്ന് പറയുന്നത് അവളുടെ ആ തൂവാലയിൽ പതിച്ച യേശുവിൻ്റെ തിരുമുഖമാണ്. ശരിക്കും അത് ആ തൂവാലയിലല്ല ആ തിരുമുഖം പതിഞ്ഞത്, അവളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലായിരുന്നു. നമുക്കും ഈ നോമ്പുകാലത്തിൽ യേശുവിൻ്റെ പിന്നാലെ പോകുവാനും, എല്ലാ തിരക്കുകളുടെ ഇടയിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് യേശുവിനെ തേടുവാൻ, യേശുവിനൊരു ആശ്വാസമായി തീരുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്തിൽ കർത്താവായ ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.